നമസ്കാരം ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. 2-3 ദിവസമായി ഇപ്പോൾ വ്ളോഗ് ഇടാൻ പറ്റിയില്ല. കാരണം എനിക്കുണ്ടല്ലോ കുറച്ച് പനി പിടിച്ചു പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വ്ളോഗ് ചെയ്തില്ല. കാരണം തലയ്ക്ക് ഭയങ്കര കനം. എനിക്കൊന്ന് ഈ ക്ലൈമറ്റിൻ്റെ കാരണമായിരിക്കും, പിന്നെ എക്സസൈസും രാവിലെയും അതിൻ്റെ ഉഷ്ണവും അതൊക്കെ കാരണമായിരിക്കും ചിലപ്പോൾ. അപ്പോൾ സോറി, 2-3 ദിവസം എനിക്ക് വ്ളോഗ് അങ്ങനെ ഇടാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ കുറച്ച് ഭേദമുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ വ്ളോഗ് ഇതിൽക്കും അങ്ങോട്ട് തുടങ്ങും. പിന്നെ കുറച്ച് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനുണ്ടായിരുന്നു ഈ ആംനസ്റ്റിയുടെ ഇതിനെ പറ്റിയിട്ട്. ഞാൻ കുറച്ച് ഇങ്ങനെ അമീറിലൊക്കെ ചെന്ന് അന്വേഷിച്ചു. കുറേ ആൾക്കാർ പറയണ്ടായിരുന്നില്ല ഇത് എന്താണ് പറയുക, ഇപ്പോൾ ഇവിടെ ജോലി ആയിട്ട് കിട്ടുന്ന ആൾക്കാർ ഓഫർ ലെറ്ററായിട്ട് പോയാൽ അവർക്ക് പിന്നെ ഇവിടെ തന്നെ റിന്യൂ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ അതിനെ പറ്റിയിട്ട് ചെറിയ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഓഫർ ലെറ്റർ മാത്രമല്ല, ആക്ച്വലി വിസ ഉണ്ടാവണം എന്ന് വെച്ചാൽ. അപ്പോൾ ആ കമ്പനി വിസ തരേണ്ട ഒരു എന്നുവെച്ചാൽ അഷുറൻസ് വേണം. അപ്പോൾ അതും കൂടി ഇല്ലാണ്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. പിന്നെ ഞാൻ എൻ്റെ കാര്യം തന്നെ എൻ്റെ PROനോടും ചോദിച്ചിരുന്നു. ഇപ്പോൾ എനിക്ക് എൻ്റെ പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല, ഈ ആളുടെ നിന്ന് കിട്ടാനുള്ള പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല. ആളും ആകെ സ്ട്രെസ്സിലിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ PROനോട് ചോദിച്ചു. ഇപ്പോൾ എനിക്ക് കാരണം ഞാനിപ്പോൾ എൻ്റെ ഇത് കഴിഞ്ഞിരിക്കണല്ലോ, വിസ കഴിഞ്ഞിരിക്കണല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ PROനോട് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ എനിക്ക് അങ്ങനെ ഇപ്പോൾ ഇത് വിസ നോർമലൈസ് റെഗുലറൈസ് ചെയ്യുന്നത് വെച്ചാൽ അത് ഇപ്പോൾ കുറച്ച് കുറവല്ലേ വരുള്ളൂ. എൻ്റെ കേസായാലും ശരി ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ആർക്കെങ്കിലും കേസ് ഉണ്ടെന്ന് വെച്ചാലും ട്രാവൽ ബാൻ ഉണ്ടെന്ന് വെച്ചാലും അവർക്ക് വിസ റിന്യൂ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ കേട്ടറിഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കത് ആക്ച്വലി നിങ്ങൾക്ക് റെഗുലറൈസ് ചെയ്യാം, ജോലിയും ചെയ്യാം. ഇവിടുന്ന് പോകാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വേറെ ജോലി കിട്ടണമെന്ന് വെച്ചാലും ഇവിടുന്ന് ട്രാവൽ ബാൻ ഉണ്ട്, നിങ്ങളുടെ കേസ് ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം എന്ന് വെച്ചാലും നിങ്ങൾ ആക്ച്വലി വേറൊരു ജോലി നോക്കിയിട്ട് അത് റെഗുലറൈസ് ചെയ്ത് പിന്നെ സമ്പാദിച്ചിട്ട് ആ പൈസ ഒക്കെ കൊടുത്ത് തീർത്ത് പിന്നെ ആ ട്രാവൽ ബാൻ ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് പോവാം. കേസും ഇതും ഇല്ലാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല. അവർക്ക് നേരെ ആംനസ്റ്റി എടുത്തിട്ട് പിന്നെ ഇവിടുന്ന് നേരെ അവർക്ക് ആ പേപ്പർ കൊടുക്കും, എക്സിറ്റ് പേപ്പർ കൊടുക്കും. എക്സിറ്റ് പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ 14 ദിവസത്തിനുള്ളിൽ അവർ UAE വിടേണ്ടതായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ടും തിരിച്ചു വരാം അവർക്ക് ബാനൊന്നുമില്ല. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ക്ലിയറായെന്ന് തോന്നുന്നു പലരോടും. ആരെങ്കിലും നമ്മളുടെ ചാനൽ വാച്ച് ചെയ്യണവർ ഇങ്ങനെ ആംനസ്റ്റി പ്രോഗ്രാം അവൈൽ ചെയ്തവരുണ്ടെന്ന് വെച്ചാൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടാം. കാരണം ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ പെട്ടിരിക്കുന്നവർ. അപ്പോൾ ചിലർ നമ്മളെ ചാനലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഹെൽപ്പ് അവർക്ക് കിട്ടുമെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആംനസ്റ്റി പ്രോഗ്രാം അവൈൽ ചെയ്തോ. അവൈൽ എന്ന് പറഞ്ഞാൽ നിങ്ങളത് എടുത്തുണ്ടോ, ആ പ്രോഗ്രാമിൽ ചേർന്നോ, അത് നിങ്ങൾ ജോലി കിട്ടിയിട്ട് വിസ ചേഞ്ച് ചെയ്തോ, അതോ ഇവിടുന്ന് പോകാനുള്ള പരിപാടിയിലുള്ള ഇതെന്ന് വെച്ചാൽ പ്ലീസ് നമ്മുടെ ഈ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതാം. ഇപ്പോൾ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ പൈസ കിട്ടാണ്ട് എനിക്ക് വേറെ വഴിയില്ല. അപ്പോൾ എനിക്കത് വെയിറ്റ് ചെയ്യേണ്ടി വരും. എനിക്ക് ഈ പൈസ തരാനുള്ള ആളെന്ന് പറഞ്ഞാൽ ഞാൻ ആളുടെ ഓഫീസിലൊക്കെ പോയി ഇരുന്ന്, പക്ഷെ ആളുടെ സിറ്റുവേഷനും എനിക്കറിയാം എന്താണെന്ന്. പിന്നെ ഞാൻ മാത്രമല്ലല്ലോ, അയാളൊരു ബിസിനസ് മാനാണ്. അപ്പോൾ ആളുടെ പൈസ ആൾക്ക് കിട്ടാണ്ട്, പിന്നെ ആൾ ഇവിടെ വീടൊക്കെ ഉണ്ടായിരുന്നു ആളുടെ. അപ്പോൾ ആൾ വീട് വിറ്റു. അതിൻ്റെ ക്യാഷ് ട്രാൻസാക്ഷൻ നിങ്ങൾക്കറിയാമല്ലോ, കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഹോപ്പ്ഫുള്ളി അടുത്ത ആഴ്ച നമ്മളൊക്കെ ഒരു ഹോപ്പിലാണ് നമ്മൾ ജീവിക്കുന്നത്, മനസ്സിലായില്ലേ. ദുബായിലും UAEയിലൊക്കെ എവിടെയെങ്കിലും നമ്മൾ ഗൾഫ് കൺട്രിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരു ഹോപ്പിലാണ് ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ പെട്ടുപോയി. അപ്പോൾ അത് ആ പൈസ കിട്ടാണ്ട് എനിക്ക് പോകാൻ പറ്റില്ല. പിന്നെ എൻ്റെ ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു ഇപ്പോൾ വിസ എന്താണ് പറയുക, ഫ്രീലാൻസ് വിസയ്ക്ക് ഞാൻ ചോദിച്ചപ്പോൾ വില കൂടി. ഇപ്പോൾ 8,200 ദിറം കണ്ടിട്ട് എൻ്റെ PRO പറഞ്ഞത്. എനിക്ക് അറിഞ്ഞൂടെ എത്രയാണ്. 8,200 ദിറം എന്നാണ് അവർ പറഞ്ഞത് ഫ്രീലാൻസ് വിസയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഫ്രീലാൻസ് വിസ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ബിസിനസ്സായിട്ട് ഉള്ള ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ജോലി ചെയ്യാം. അപ്പോൾ എനിക്ക് ആ 8,200 ദിറം ഉണ്ടാക്കണം എന്ന് വെച്ചാൽ തന്നെ അത് എൻ്റെ കയ്യിലില്ല ഇപ്പോൾ. അപ്പോൾ അത് ഉണ്ടാക്കാനുള്ള ആരെങ്കിലും ഹെൽപ്പ് എടുത്തിട്ട് ഉണ്ടാക്കേണ്ടി വരും. കാരണം അറ്റ്ലീസ്റ്റ് നമ്മൾ ആ ട്രാവൽ ബാൻ ക്ലിയർ ആയില്ലേ. പിന്നെ വിസ അടിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്കിൻ്റെ അക്കൗണ്ട് അവർ ഓപ്പൺ ചെയ്യും. പ്ലസ് എന്താണ് പറയുക, എമിറേറ്റ്സ് ID കിട്ടിക്കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമ്മളുടെ ഓപ്പണായി. നമ്മുടെ ഫോൺ ലൈൻ അങ്ങനെ പലതും നമ്മൾക്ക് പിന്നെ പ്രശ്നമൊന്നുമില്ല. ലൈസൻസ് റിന്യൂ ചെയ്യാൻ്റെ അങ്ങനെ പലതും. അത് ഞാൻ ലാസ്റ്റ് റിസോർട്ടായിട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇയാളുടെ ഇത് പൈസ കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഇത് തന്നെ എടുക്കേണ്ടി വരും. കാരണം പിന്നെ വേറെ ജോലി ചെയ്തിട്ട് ആ കൊടുക്കാനുള്ള പൈസ കൊടുത്തു കഴിഞ്ഞ് കേസ് ക്ലിയർ ആക്കിയാൽ എനിക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നോക്കട്ടെ. അപ്പോൾ എൻ്റെ സിറ്റുവേഷൻ്റെ അപ്ഡേറ്റ് ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ചാനൽ കൂടെ എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാനതെങ്ങനെ സോൾവ് ചെയ്യാൻ പോണതും അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ 2 ഓപ്ഷനാണ് എൻ്റെ കയ്യിലുള്ളത്. ബാക്കി നിങ്ങളുടെ പ്രശ്നങ്ങൾ എങ്ങനെയാണെന്ന് ഉള്ളത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കും അറിയാൻ പറ്റും.
നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ പ്രശ്നത്തിലുണ്ടായവർ അവരെ ക്ലിയർ ചെയ്തോ ആംനസ്റ്റി പ്രോഗ്രാം എടുത്തോ അതും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ കൂടെ പലർക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ കുറേ ആൾക്കാരോട് പറഞ്ഞിരുന്നു യൂട്യൂബ് ഉണ്ടാക്കണ വീഡിയോസ്, യൂട്യൂബിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് അത് ഞാൻ ഉണ്ടാക്കാം. കാരണം അത് വീട്ടിലിരുന്നിട്ട് ഉണ്ടാക്കാൻ പറ്റും. കാരണം കമ്പ്യൂട്ടറിൽ എനിക്ക് കാണിച്ചു തരേണ്ടി വരും നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുന്നത് അതൊക്കെ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഒരു ട്യൂട്ടോറിയൽ ഉണ്ടാക്കാം. വീട്ടിലിപ്പോൾ ആ ചെക്കനുള്ളതുകൊണ്ട് നമ്മുടെ ഫ്രണ്ട് ഉള്ളതുകൊണ്ട് ഒച്ചയും വെള്ളമായ കാരണമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അത് കുറച്ച് സമയം വേണം. അപ്പോൾ ആൾ ജോലിക്ക് പോകുമ്പോൾ പിന്നെ എനിക്ക് സമാധാനമായിട്ട് അത് ഉണ്ടാക്കാൻ പറ്റും. പലവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ചിലവർ മാത്രം, പലവരും അല്ല ചിലവർ മാത്രം എൻ്റെ വീഡിയോ കണ്ടിട്ട് കുറച്ചൊന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ഞാൻ ഫ്രീലാൻസ് വിസാനെ പറ്റി പറഞ്ഞാനില്ല. ഹംസ എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയിട്ടുണ്ടായിരുന്നു, അത് ശരിയല്ലെന്ന്. ഹംസ എൻ്റെ വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ല, ഫ്രീലാൻസ് വിസ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഫ്രീലാൻസ് വിസ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയണം എന്ത് ഇതിലാണ് നിങ്ങൾ ജോലി ചെയ്യാൻ പോകുന്നത്. ബേസിക്കലി ഇപ്പോൾ ഞാൻ ഫ്രീലാൻസ് വിസ എന്ന് പറഞ്ഞാൽ വെറും ഫ്രീലാൻസ് വിസ അല്ല, എന്നാലും എൻ്റെ ഡെസിഗ്നേഷനോ ഞാൻ എന്ത് ജോലിയിൽ ബിസിനസ് ചെയ്യാൻ പോകുന്നതെന്ന് കാണിക്കണം. അതാണ് എൻ്റെ PRO പറഞ്ഞത്. നമ്മളും ആ ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മളേലും കൂടുതൽ ഇൻഫർമേഷൻ വെച്ചാൽ പ്ലീസ് കമൻറ്റ് ബോക്സിലിടാം. അങ്ങനെയെന്ന് വെച്ചാൽ ഹെൽപ്പ് കിട്ടുന്നവർക്ക് അത് അറ്റ്ലീസ്റ്റ് ഒരു കാര്യമാവും. മനസ്സിലായില്ല? അപ്പോൾ നിങ്ങളിപ്പോൾ ഞാൻ പറയുന്നത് ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ല 100% ശരിയായിരിക്കില്ലെങ്കിൽ വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടാം. ഫ്രീലാൻസ് വീഡിയോയ്ക്ക് എത്ര വിലയുണ്ട്, പിന്നെ എവിടെ നിന്ന് കിട്ടും, ആളുടെ നമ്പർ ആരെങ്കിലും വെച്ചാൽ ഏത് സ്ഥലത്തു നിന്ന് കിട്ടും, നമ്മൾ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം കുറേ ഉണ്ട് ഇവിടെ പറ്റിക്കുന്ന ആൾക്കാർ. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ആൾക്കാരിൽ പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ കൂടെ നമ്മൾ ചെയ്യാൻ നോക്കുന്നത്. ഇന്നും എനിക്ക് അങ്ങനെ സംസാരിക്കാനുള്ള അധികം ശേഷിയില്ല, പക്ഷേ കുറച്ചൊന്നും നടക്കാനിറങ്ങി വൈകുന്നേരമായി ഇപ്പോൾ. അപ്പോൾ കുറച്ച് ആ ടാബ്ലറ്റ്സൊക്കെ എടുത്തുകൊണ്ട് കുറച്ചൊരു ക്ഷീണം മാതിരി. പക്ഷെ നാളെ എന്തായാലും നടക്കാൻ ഇറങ്ങും ഞാൻ. അപ്പോൾ ഇന്ന് അധികം എനിക്ക് സംസാരിക്കാനുള്ള അധികം ശേഷിയില്ല. അപ്പോൾ ക്ഷമിക്കുക, 2 ദിവസം ഞാൻ വ്ളോഗൊന്നും ഇട്ടില്ല. അല്ലെങ്കിൽ ഡെയിലി ഞാനൊരു വ്ളോഗ് എങ്കിലും ഇടുന്ന ഒരാളായിരുന്നു. അപ്പോൾ നാളെ വ്ളോഗ് നമ്മൾ ടോപ്പിക്കായിട്ട് അങ്ങോട്ട് ഇറങ്ങും. നമുക്ക് കുറച്ചൊക്കെ നമ്മൾക്ക് എന്താണ് നമ്മളിവിടെ പ്രശ്നങ്ങളുള്ളത് ദുബായിലോ അല്ലെങ്കിൽ UAE-ലോ എന്തൊക്കെയുള്ള അതിനെ പറ്റിയിട്ടുള്ള കുറച്ചൊക്കെ ടോപ്പിക്സ് നമ്മൾക്ക് അതിനെ പറ്റിയിട്ട് സംസാരിക്കാം. നമ്മളൊരു ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് അതിൻ്റെ ഒരു രീതിയിലേക്ക് നമ്മൾക്ക് കിടക്കാൻ പറ്റുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും അതുമാതിരി ആവണമെന്നില്ല. ചിലർ ഹാപ്പിയാണ്, ചിലർ ഹാപ്പി അല്ല. അപ്പോൾ ഗായ്സ്, ഞാൻ നിങ്ങളോട് ആക്ച്വലി ഹലോ എന്ന് പറയാൻ വേണ്ടി മാത്രം വന്നതാണ് യൂട്യൂബിൽ. ഇതിഞ്ഞു ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യണം. അപ്പോൾ ഈ യൂട്യൂബിലേക്ക് കിടക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം അവർ ആലോചിക്കേണ്ടത് ഇതൊക്കെയാണ്. ഇതൊരു പണി തന്നെയാണ് ആക്ച്വലി. ഷൂട്ടിങ് കാര്യം വേറെ ഇതാണ്. ഇപ്പം ഞാനൊരു സ്ക്രിപ്റ്റ് ഒന്നും ഉണ്ടാക്കാണ്ടാണ് ഞാൻ നേരെ ഷൂട്ട് ചെയ്യണത്. ഞാൻ നേരെ വീഡിയോയിൽ ഇപ്പോൾ സംസാരിക്കണതിന് എൻ്റെ കയ്യിൽ ഒരു സ്ക്രിപ്റ്റിലൊന്നുമില്ല, എന്താ എൻ്റെ മനസ്സിൽ വരുന്നതാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ചിലവർക്കത് ബുദ്ധിമുട്ടാവും. കാരണം എനിക്കും ആദ്യം ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇങ്ങനെ മലയാളത്തിൽ തന്നെ സംസാരിക്കാൻ. കാരണം എൻ്റെ വ്ളോഗ്സ് കൂടുതലും ഹിന്ദിയിലായതുകൊണ്ടും ഇംഗ്ലീഷിലായതുകൊണ്ടും അത് പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ അതും സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു ഇങ്ങനെ സംസാരിക്കാൻ. പിന്നെ സ്ലോലി ഞാൻ മിററിൽ നോക്കിയിട്ട് കണ്ണാടിയിൽ നോക്കിയിട്ട് സ്വന്തം സംസാരിച്ചിട്ട് ഞാൻ ആ കോൺഫിഡൻസ് ലെവൽ എടുത്തത്. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് തുടങ്ങണമെന്ന് വെച്ചാൽ ഇങ്ങനത്തെ കോൺഫിഡൻസ് ലെവൽ എന്ന് വെച്ചാൽ സ്വന്തം മിററിൽ നോക്കിയിട്ട് ആ നാണം അങ്ങോട്ട് മാറ്റാം ആദ്യം. ഇപ്പോൾ എൻ്റെ മുമ്പിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാലും ഞാനിങ്ങനെ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കും. എൻ്റെ ഫോണും പിടിച്ച് അല്ലെങ്കിൽ എൻ്റെ ക്യാമറയും പിടിച്ച് ഞാൻ ഇങ്ങനെ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കും. ആൾക്കാരിങ്ങനെ നോക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എൻ്റെ പല വ്ളോഗിലും ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ ഞാനത് മൈൻഡ് ചെയ്യാറില്ല. അപ്പോൾ വ്ളോഗിങ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആരെങ്കിലും എന്ന് വെച്ചാൽ ഏറ്റവും ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഇതാണ്, എന്ന് വെച്ചാൽ നാണം മാറ്റുക. പുറത്ത് നിന്ന് വ്ളോഗിങ് ചെയ്യേണ്ടത്. നമ്മൾ എപ്പോഴും റൂമിൻ്റെ ഉള്ളിലിരുന്ന് വ്ളോഗിങ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണികൾക്കും അത് അത്ര ഇഷ്ടപ്പെടില്ല. നമ്മൾ ഡിഫറെൻറ്റ് ലൊക്കേഷനും ഇതൊക്കെ ആയിട്ട്. പിന്നെ പുറത്താകുമ്പോൾ ആൾക്കാർക്ക് ഒരു ചെറിയ ഒരു സെൻസ് ഓഫ് ഓപ്പൺനെസ് കിട്ടും. അതുകൊണ്ടാണ് പുറത്തെ വ്ളോഗിങ് കൂടുതലും ഹിറ്റാവണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പണ്ട് വ്ളോഗിങ് ചെയ്തപ്പോൾ വീട്ടിലുണ്ടായിരുന്നു വ്ളോഗിങ് ചെയ്തിരുന്നപ്പോൾ അധികം ഹിറ്റായിട്ടില്ലായിരുന്നില്ല. കാരണം അത് വീട്ടിൻ്റെ ഉള്ളിൽ മാത്രമായിട്ടായിരുന്നു. ഇല്ലാന്നില്ല, പക്ഷെ നിങ്ങളുടെ ടോപ്പിക്കും പിന്നെ കണ്ടൻറ്റ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു കണ്ടൻറ്റ് അനുസരിച്ചിട്ടാണ് ആൾക്കാർ നമ്മളുടെ പിന്നെ യൂട്യൂബും നമ്മളുടെ വ്ളോഗ് പ്രൊമോട്ട് ചെയ്യണത്. അതും ഫ്രീ പ്രൊമോഷൻ. എന്ന് വെച്ചാൽ നിങ്ങളുടെ കണ്ടൻറ്റ് നല്ലതാണോ യൂട്യൂബ് സ്വന്തം നിങ്ങളുടെ കണ്ടൻറ്റിനെ പ്രൊമോട്ട് ചെയ്യും. ഇന്ന് ശനിയാഴ്ച തിരക്ക് കണ്ടില്ലേ, എല്ലാവരും വീക്കെൻഡിന് പുറത്ത് പോകാനുള്ള ഇത് പറയുന്നത് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ തന്നെ. അപ്പോൾ ഗായ്സ്, വ്ളോഗിങ്ങിനെ പറ്റിയിട്ടുള്ളൊരു ഫുള്ള് വീഡിയോ ട്യൂട്ടോറിയൽ ഞാൻ ഉണ്ടാക്കുന്നതായിരിക്കും പെട്ടെന്ന്. ഇപ്പോഴല്ല, ഹോപ്പ്ഫുള്ളി നോക്കട്ടെ, നാളെ നോക്കട്ടെ. ഇതിനെ ക്യാമറേനെ പറ്റിയിട്ടുള്ള ആംഗിൾസും മറ്റതും മറിച്ചതും പിന്നെ ഏത് ക്യാമറ ഞാൻ ഉപയോഗിക്കുന്നത് അതിനെ പറ്റിയിട്ട് ഫുള്ള് ഡീറ്റെയിൽസ് ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഓരോ ടോപ്പിക്കായിട്ട് ഞാൻ കൊണ്ടുവരാം ഈ ചാനലിൽ കൂടെ. നമ്മളെപ്പോഴും പ്രശ്നങ്ങൾ മാത്രം പറഞ്ഞിട്ടൊരു വ്ളോഗ് ഉണ്ടാക്കണതും ശരിയല്ലല്ലോ.
എൻ്റെ വ്ളോഗിങ് ആക്ച്വലി ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ്. അപ്പോൾ എൻ്റെ ലൈഫ് സ്റ്റൈലിനെ പറ്റിയിട്ടുള്ള വ്ളോഗിനെ പറ്റിയിട്ടാണ് ഞാൻ തുടങ്ങിയത് എൻ്റെ ചാനൽ. എന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യുന്നത് ഡെയിലി, നമ്മളുടെ പ്രശ്നങ്ങൾ എങ്ങനെയാണ്, പ്രശ്നങ്ങളെ ഞങ്ങളെങ്ങനെ സോൾവ് ചെയ്യുന്നത്, അതൊക്കെയാണ് ഡെയിലി ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ് ഞാൻ എൻ്റെ ചാനൽ തുടങ്ങാൻ കാരണം തന്നെ. പക്ഷെ എൻ്റെ ചാനൽ തുടങ്ങിയതിൻ്റെ പ്രശ്നത്തിൽ കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് കാരണം എനിക്ക് ആദ്യത്തെ വ്ളോഗിൽ തന്നെ 1000 സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിട്ടുണ്ടാവും. ബിക്കോസ് ഓഫ് ദാറ്റ് മേ ബി. നമ്മളൊരു കാര്യം എപ്പോഴും ആലോചിക്കണം. എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ളത്, പലവരുടെയും ഞാൻ കമൻസ് വായിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് പലർക്കും പല പ്രശ്നങ്ങൾ വന്നിട്ട് എന്നുവെച്ചാൽ ഗിവ് അപ്പ് ചെയ്തവരുണ്ട്. ഇപ്പോൾ എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടില്ലേ, ഇപ്പോൾ എൻ്റെ 4ാമത്തെ മാസമാണ്. പക്ഷേ ഞാൻ ഇതുവരെ ഗിവ് അപ്പ് ചെയ്തിട്ടില്ല. ഞാനിപ്പോഴും ആ ഹോപ്പിലാണ്. എൻ്റെ ഫ്രണ്ട്സ് ചിലവരെ പറഞ്ഞുകൂടാ, ഇവനെ ഇനി എങ്ങനെ വിശ്വസിക്കണം, പൈസ തരാനുള്ളത് ഇതുവരെ തന്നിട്ടില്ല, 3 മാസം നാളെ എന്ന് പറഞ്ഞപ്പോൾ 3 മാസമായി 4 മാസമായി. നമ്മളുടെ വിശ്വാസം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഒരാളുടെ ആ വിശ്വാസം നമ്മൾ കൊടുത്തു എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രശ്നം, നമ്മളിപ്പോൾ ഞാൻ അയാളെ ചൂടായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നം ഗുരുതരമാവാൻ പോകുള്ളൂ. അപ്പോൾ ഞാൻ ആളോട് പറയണത്, ആളെന്നോട് പറയണ്ടൊക്കെ നാളെ, പക്ഷേ ആളോടും വേറെ ആരോ നാളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആൾക്ക് പൈസ കിട്ടാത്തത്. ആൾ ആ പ്രോമിസിന് എനിക്ക് തരുന്നത്, മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ ആളോട് ചീത്ത രീതിയിലോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടോ അല്ലെങ്കിൽ ആളുടെ കഴുത്ത് പിടിച്ചിട്ട് എൻ്റെ പൈസ എവിടെ തെണ്ടി നായി എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം ഗുരുതരമാവാനേ പോകണുള്ളൂ. അതുപോലെ നമ്മുടെ റിലേഷൻഷിപ്പും ചീത്തയാവും. പലരും പൈസ കാരണമാണ് റിലേഷൻഷിപ്പ് ചീത്തയാക്കുന്നത്. അത് നമ്മൾ അയാളുടെ പ്രശ്നം കൂടി ഒന്ന് മനസ്സിലാക്കണം. എപ്പോഴും നമ്മളുടെ പ്രശ്നം മാത്രം നമ്മൾ നോക്കിയിട്ടേ ജീവിക്കാനുള്ളൂ. കൂടുതലും ഞാൻ കണ്ടെടുത്തോളം എല്ലാവരും ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സെൽഫിഷ് ആയിട്ടുണ്ട്, പിന്നെ ഗ്രീഡി ആയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ വൈഫ് വരെ എന്നോട് പറഞ്ഞു, ഇയാൾ നിങ്ങൾക്ക് ഇനി പൈസ തരാൻ പോകില്ല, നിങ്ങൾ വരാനും പോകില്ല എന്ന്. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ വരും. ആ ഒരു ഹോപ്പുണ്ടല്ലോ, ആ ഹോപ്പും പിന്നെ ആ പോസിറ്റീവ് തിങ്കിങ്ങും എൻ്റെ. ഞാൻ അയാളോടും പറഞ്ഞു, അത് പലരും നിങ്ങളെപ്പറ്റി പറഞ്ഞത് എന്നോട് ഇതാണ്. പക്ഷേ എനിക്ക് നിങ്ങളോട് ഇപ്പോഴും ഭയങ്കര വിശ്വാസമുണ്ട്. നിങ്ങളുടെ കയ്യിൽ പൈസ വന്ന അടുത്ത ദിവസം നിങ്ങൾ എനിക്ക് തരുന്നു. സത്യം പറഞ്ഞാൽ വേറെ എനിക്ക് പറയാനോ ആളുടെ കഴുത്ത് പിടിക്കാനോ യാതൊരു അവകാശവും ഇല്ല. എൻ്റെ കാര്യമല്ല, എൻ്റെ പൈസ പോകണമെന്ന് വെച്ചാൽ ഓക്കെ പോയിന്ന് വിചാരിക്കും, നമുക്ക് വേറെ വഴിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞാൻ മറ്റുള്ളവരെ താഴ്ത്തി കാണിക്കലോ അതോ അയാളെയും ഹേർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ആർക്കെങ്കിലും നമ്മളെ എന്താ പറയുക കബളിപ്പിക്കുമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ചീറ്റ് ചെയ്യുമെന്ന് വെച്ചാൽ ചീറ്റ് ചെയ്യും, നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതും പറഞ്ഞിട്ട് നമ്മൾ കയ്യിലും കൈ വെച്ചിരുന്ന് ഒന്നും നടക്കാനും പോണില്ല. പിന്നെ അയാളെ തന്നെ കുറ്റം പറഞ്ഞു, അവൻ കാരണമാണ് ഞാനിതായത്, ഇവൻ കാരണമാണ് അങ്ങനെ ആയത്. നമ്മൾ കുറ്റം പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ നമ്മളെ പ്രോബ്ലംസിൻ്റെ സൊല്യൂഷൻ കിട്ടില്ല. അപ്പോൾ നമ്മളെപ്പോഴും സൊല്യൂഷൻ നമ്പർ 2 നോക്കണം. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ എൻ്റെ സൊല്യൂഷൻ നമ്പർ 2 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്കൊരു 10-30,000 ദിർഹം കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് എൻ്റെ കേസൊക്കെ തീർത്തിട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഓൾമോസ്റ്റ് 4 മാസം എനിക്ക് ഇവൻ്റെ പൈസ കിട്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് 60,000 ദിർഹം എനിക്ക് ഇവൻ്റെ നിന്ന് കിട്ടണം. പക്ഷേ അതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഞാനൊരു 10 ദിവസം കൂടി ഇനിയൊരു വെയിറ്റ് ചെയ്യും. 10 ദിവസത്തിനുള്ളിൽ എനിക്ക് ആ പൈസ കിട്ടിയില്ലെങ്കിൽ ഞാൻ സൊല്യൂഷന് വേണ്ടിയിട്ട് സൊല്യൂഷൻ നമ്പർ 2 എന്താണ്, അപ്പോൾ നമ്മളത് നോക്കണം. മനസ്സിലായില്ലേ? ആ സൊല്യൂഷൻ നമ്പർ 2ലേക്കാണ് ഇപ്പോൾ ഞാൻ കടക്കാൻ പോകുന്നത്. അപ്പോൾ ഇനിയും എനിക്ക് ഫ്രീലാൻസ് വിസ എടുത്തിട്ട് അറ്റ്ലീസ്റ്റ് കുറച്ചും കൂടി സമയം ഇവിടെ ഫ്രീലാൻസ് ആയിട്ട് ജോലി ചെയ്യാതെ. കാരണം ഞാനൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ എനിക്ക് ഫ്രീലാൻസ് ആയിട്ട് ജോലി ചെയ്യാൻ പറ്റും. ഒരു DJ ആയിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റും. ഞാനിപ്പോൾ ഒരു 10 ഷോ വരെ ചെയ്താൽ എനിക്ക് ആ പൈസ ഉണ്ടാക്കാം. ഒരു ഷോയിൽ തന്നെ എനിക്ക് 3000 ദിർഹം വെച്ച് കിട്ടും. മനസ്സിലായില്ലേ? 2000 ദിർഹം വെച്ച് കിട്ടിയാലും ശരി ആസ് എ DJ. അപ്പോൾ എൻ്റെ ഒരു 10-20 ഷോ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പ്രോബ്ലം എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതൊരു മാസത്തിൽ എനിക്ക് എൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പൈസ വെയിറ്റ് ചെയ്യുന്നതിന് ഭേദം നമ്മൾ മറ്റൊരു സൊല്യൂഷനിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് നോക്കേണ്ടത്. അങ്ങനെ പലരും ഇതിനെപ്പറ്റി എപ്പോൾ സംസാരിക്കാം. അപ്പോൾ അങ്ങനെ പലരും എന്താണെന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലം വരുമ്പോഴത്തേനും ഒരാൾക്ക് പൈസ കിട്ടാമെന്ന് വെച്ചാൽ അയാളെ തൻ്റെ പിന്നാലെ നടന്ന് പിന്നെ അയാളെ കുറ്റം പറഞ്ഞ് നടക്കുമ്പോൾ എന്താ പറ്റാമെന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രോബ്ലംസ് കൂടുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈലിൻ്റെ അനുസരിച്ചിട്ടാണ് പറയണത്. ഞാൻ എൻ്റെ ചിന്താഗതി വെച്ചിട്ടാണ് പറയണത്. നിങ്ങളുടെ ചിന്താഗതി വേറെ ആയിരിക്കും. ചിലർ ചെന്നിട്ട് അടിക്കും, പിടിക്കും, പുളിച്ച തെറി പറയും, പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് പറയുക പ്രാവും അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും ആ പ്രാക്കും ആ ഇതൊക്കെ നമ്മുടെ മേൽ തന്നെ വരുന്നത്. അപ്പോൾ അതിനും നമ്മൾ കൂളായിട്ട് ആലോചിച്ചിട്ട് നമ്മൾ സൊല്യൂഷൻ നമ്പർ 2ലേക്ക് കിടക്കാം. ഒരു സൊല്യൂഷൻ നമ്മൾക്ക് പറ്റിയില്ലെങ്കിൽ അതിന് മാത്രം പിടിച്ചിരിക്കരുത്. നമ്മൾ സൊല്യൂഷൻ നമ്പർ 2ലേക്ക് കിടക്കുക. എന്നിട്ട് നമ്മൾ അത് സോൾവ് ചെയ്യാൻ നോക്കുക. മനസ്സിലായില്ല? വേറെ വഴി. അപ്പോൾ ഈ വഴി ശരിയല്ലെങ്കിൽ സെക്കൻഡ് വഴി പിടിക്കുക. അപ്പോൾ എനിക്ക് എല്ലാവരോടും ഇത്രയും പറയാനുള്ളൂ, നമ്മളെപ്പോഴും
ഒരു ഹോപ്പിൽ ജീവിക്കണം. ഹോപ്പില്ലെങ്കിലുണ്ടല്ലോ നമുക്ക് ശ്വസിക്കാൻ പോലും പറ്റില്ല. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഹോപ്പ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അതിലാണ് നമ്മൾ ജീവിച്ചു പോകണം എല്ലാ ദിവസവും. ഞാൻ ഈ ടോപ്പിക്ക് ഇന്ന് എടുത്തെന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം പ്രോബ്ലംസാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഫേസ് ചെയ്യുന്നത്. ഇത് ഞാൻ ആദ്യവും ഫേസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കുറേ ആൾക്കാരിൽ നിന്ന് പൈസ കിട്ടാറുണ്ട്. പക്ഷേ അതിൻ്റെ പിന്നാലെ ഞാൻ പോയിട്ടില്ല. ചിലർ ചീറ്റ് ചെയ്തിട്ടുണ്ട്, അവർ ഓടിപ്പോയി. ഞാൻ അവരെ മാപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ പൈസ എനിക്ക് എൻ്റെ കയ്യിൽ വരേണ്ടതല്ല. മനസ്സിലായില്ലേ നിങ്ങൾ? അത് വേറെ ആരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാലും അല്ലെങ്കിൽ ആളെ രക്ഷപ്പെടുത്തിയെന്ന് വെച്ചാൽ അത്രയും നല്ലത്. മനസ്സിലായില്ലേ? നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ അത് തിരിച്ച് കിട്ടുന്ന രീതിയിൽ നിന്ന് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ഹെൽപ്പ് ചെയ്യരുത്. നമ്മളത് കണ്ണ് പൂട്ടിയിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യണം. പിന്നെ നമ്മൾ ബിസിനസ്സിൽ ചെയ്തിട്ട് നഷ്ടം വരാറുണ്ട്. ബിസിനസ് അങ്ങനെയാണ്. അപ്പോൾ ബിസിനസ്സിൽ നമ്മൾ നഷ്ടം വന്നു കഴിഞ്ഞാൽ നഷ്ടമായിട്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. പക്ഷെ ചിലവർക്ക് പൈസ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. ഈ ലോകത്തിൽ പൈസ ഇല്ല. ഇന്ന് എനിക്ക് വിഷമമുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഫാമിലിയുടെ ഒപ്പമല്ല, ഞാൻ എൻ്റെ രാജ്യത്തല്ല. അപ്പം എൻ്റെ രാജ്യത്ത് എന്ന് വെച്ചാൽ എൻ്റെ ഇന്ത്യയിൽ എൻ്റെ ഫാമിലിയുടെ ഒപ്പം എത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഞാൻ. അപ്പോൾ എത്രയോ ദിവസം ഞാനിവിടെ നിൽക്കണോ അത് എനിക്കൊരു വലിയൊരു ഭാരമാണ്. അല്ലാണ്ട് പൈസ അല്ല ഇമ്പോർട്ടൻ്റ് എനിക്കിപ്പോൾ. അപ്പോൾ അതുള്ളൂ ഫ്രണ്ട്സ്, നമ്മളിതങ്ങോട്ട് മനസ്സിലാക്കി ജീവിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ ടേക്ക് ഇറ്റ് ഈസി, ബി കൂൾ. പ്രശ്നങ്ങൾ വരും, പ്രശ്നങ്ങളില്ലാണ്ട് ജീവിതമില്ല. പ്രശ്നങ്ങൾ വരും, നമ്മൾ ആ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യണം. എല്ലാത്തിനും ഒരു സൊല്യൂഷൻ 1, സൊല്യൂഷൻ 2, സൊല്യൂഷൻ 3, ഒരു 3 സൊല്യൂഷൻ വെച്ചാൽ മതി. ഏതെങ്കിലും ഒരു സൊല്യൂഷൻ ക്ലിക്കാവും, അത് ഉറപ്പാണത്. മനസ്സിലായില്ലേ? ഒരു സൊല്യൂഷൻ ക്ലിക്കായില്ലെങ്കിൽ സെക്കൻഡ് സൊല്യൂഷൻ, ഇത് ശരിയായില്ലെങ്കിൽ നമ്മൾ ഈ വഴിയിൽ കൂടെ നോക്കിയാലോ എന്ന് നമ്മൾ പറയാറില്ല. സിനിമയിൽ തന്നെ എത്ര കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതുമാതിരി ജീവിക്കാൻ നോക്കാം. അതാവുമ്പോഴല്ലോ നമുക്ക് ഒരു കുറച്ച് റിലാക്സ് ആയി നമുക്ക് ഫീലാവും. അതാണ് ഏറ്റവും വലിയത്. പിന്നെ എങ്ങാനും ഇങ്ങനത്തെ ഇതിൽ ദേഷ്യം വരണമെന്ന് വെച്ചാൽ തന്നെ നല്ലോണം അങ്ങോട്ട് ശ്വസിക്കുക, ഡീപ്പ് ബ്രത്ത്, പിന്നെ മെഡിറ്റേറ്റ് ചെയ്യുക. മനസ്സിലായ? മ്യൂസിക്കിനൊന്നും ആവശ്യമില്ല. ചിലർ ഒരു റിലാക്സിങ് മ്യൂസിക്കൊക്കെ കേൾക്കുക. അതല്ല, നമ്മൾ സ്വന്തം വേറെ ആരില്ലാത്ത സ്ഥലത്ത് നിന്നിട്ട് നല്ല കാറ്റ് അങ്ങോട്ട് കൊണ്ട് അങ്ങോട്ട് റിലാക്സ് ചെയ്യുക. ബെസ്റ്റ് എക്സർസൈസാണ് മോനെ. സത്യം പറയുന്നത് സ്ട്രെസ്സല്ല, ഏത് BP എല്ലാതും പോകും. എനിക്ക് ഈ വീട്ടിൽ ഇപ്പോൾ ഇരുന്നിട്ടുണ്ട് 2-3 ദിവസം ഭയങ്കരമായിട്ട് പുറത്തിറങ്ങിയില്ലേ. ഞാൻ വേറെ എവിടെയും പോകാറുമില്ല. കാരണം നമ്മൾക്കിപ്പോൾ ഫ്രണ്ട്സും അങ്ങനെയൊന്നും ആരുമില്ലല്ലോ. പൈസ ഇല്ലാത്ത സമയത്ത് ആർക്കും ഉണ്ടാവാറില്ല. അതും കൂടി ഒന്ന് ആലോചിക്കണം. അപ്പോൾ വീട്ടിലിരുന്നിരുന്ന് തന്നെ ഞാൻ ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഒരു സീരീസ് കാണാൻ നെറ്റ്ഫ്ലിക്സിൽ, ലോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇംഗ്ലീഷ് സീരീസ്. അപ്പോൾ അതിലാണ് ഞാൻ ഇപ്പോൾ അങ്ങോട്ട് ടോട്ടലി. പക്ഷെ നാളെ മുതൽ നമ്മളുടെ എക്സസൈസ് തുടങ്ങണം, പിന്നെ നമ്മളുടെ വ്ളോഗിങ് തുടങ്ങണം. ഞാൻ എൻ്റെ സൊല്യൂഷൻ ഇതൊക്കെ മനസ്സിലായില്ല. ഈ വ്ളോഗിങ് ചാനൽ തുടങ്ങാൻ കാരണം തന്നെ ഇതൊക്കെ എൻ്റെ സൊല്യൂഷൻസാണ്. കാരണം എനിക്കറിയായിരുന്നു ഫ്യൂച്ചറിൽ എന്താ പ്രശ്നം വരാൻ പോണ്. അപ്പോൾ നമ്മളതനുസരിച്ചിട്ട് നമ്മൾ ജോലി ചെയ്യാൻ വിടരുത്. ഇതൊരു ജോലി തന്നെയാണ്, അതായിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായ? അപ്പോൾ അതനുസരിച്ച് നമ്മളുടെ ലൈഫിൽ നമ്മൾ മുന്നോട്ട് നീങ്ങാം. അപ്പോൾ ഗായ്സ്, ഇന്നത്തേക്ക് ഇത്ര മാത്രം. അധികം എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, പക്ഷെ നിങ്ങളായിട്ട് സംസാരിക്കാണ്ടിരിക്കാനും പറ്റില്ല. അപ്പോൾ ഇഫ് യു ഗൈസ് ആർ ന്യൂ, പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്, ലൈക്കിങ് ആൻഡ് കമൻറ്റിങ് ഓൺ മൈ ചാനൽ. അപ്പോൾ നമുക്ക് കാണാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ബൈ.